UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ വേദിയിൽ നിന്നും ജനാധിപത്യം നിറഞ്ഞു തുളുമ്പി ഒഴുകിക്കൊണ്ടിരുന്നപ്പോൾ ഉയർന്നു കേട്ട ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. പ്ലീസ് എല്ലാവരും വേദിയിൽ നിന്ന് മാറണം. എല്ലാവരും വേദിയിൽ നിന്ന് മാറണം. ഈ സത്യപ്രതിജ്ഞയ്ക്ക് അനിവാര്യമായി നിൽക്കേണ്ടവരൊഴിച്ചു ബാക്കി എല്ലാവരും ഈ വേദിയിൽ നിന്ന് മാറണം. പ്ലീസ് എല്ലാവരും എല്ലാവരും കുര്യൻ സാറേ സാറേ ആ സൈഡിൽ നിൽക്കുന്നവർ, ബാക്കിൽ നിൽക്കുന്നവരും രണ്ട് സൈഡിലേക്ക് മാറണം. പ്ലീസ് പ്ലീസ് ഗവർണർ തിരിച്ചു. പ്ലീസ് 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 ഇവിടെ 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 അല്ല, ഇവിടെ ചെയ്യരുത്. ഇവിടെ നിങ്ങൾ കയറി വരരുത്. ഈ വേദിയിലേക്ക് കയറി വരരുത് ആരും. നിങ്ങൾ ദയവായി പ്ലീസ് ദയവായി കേട്ടല്ലോ, ദയവായി ഇങ്ങോട്ട് കയറി വരല്ലേ, ഇറങ്ങിപ്പോ എന്ന് ഒരു ഒഫീഷ്യൽ ചടങ്ങിൽ അനൗൺസ്മെന്റ് ചെയ്യേണ്ട അവസ്ഥ. അതായത് നടക്കാൻ പോകുന്നത് ഒരു സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ വേദിയാണ്. ആ വേദിയിലേക്ക് ക്ഷണിക്കപ്പെട്ടവർക്ക് മാത്രമാണ് പ്രവേശനം. പക്ഷേ എന്ത് പറയാൻ, ജനാധിപത്യത്തിന്റെ മനോഹരമായതുകൊണ്ട് തന്നെ സകലർക്കും വേദി കയറണം. ആ നിലയ്ക്കാണ് വേദിയിലേക്കുള്ള ഒഴുക്ക് അനിയന്ത്രിതമായി ഉയർന്നപ്പോൾ പാലോട് രവിക്ക് മൈക്കെടുത്ത് ഇങ്ങനെ അനൗൺസ്മെന്റ് ചെയ്യേണ്ടി വന്നത്. ജനാധിപത്യത്തിലെ ഡിസിപ്ലിൻ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയാണ്. എവിടെയും ജനാധിപത്യത്തോടുകൂടി ഇടിച്ചങ്ങ് കയറുക. അത് കയറാവുന്ന വേദിയാണോ, കയറിക്കൂടാത്ത വേദി, അങ്ങനെയൊന്നും ജനാധിപത്യത്തിലില്ല. ഈ മനോഹര ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അവസാനം മൈക്ക് കെട്ടി അനൗൺസ് ചെയ്ത് ഇറക്കി വിടേണ്ട അവസ്ഥ വരുന്ന മനോഹര ജനാധിപത്യമാണ് ആ സെൻട്രൽ സ്റ്റേഡിയത്തിലൊക്കെയും കണ്ടത്. ജനാധിപത്യം ഒഴുകി എത്തിയപ്പോൾ അവസാനം ഗേറ്റ് അടയ്ക്കേണ്ട അവസ്ഥ വന്നു. ഗേറ്റ് അടച്ചത്, അതായത് പ്രവേശനം മതിയാക്കിച്ച്, കാര്യം വേദിയിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ആൾക്കാർ കഴിഞ്ഞപ്പോൾ, അത് രാവിലെ 7 മണിയോടുകൂടി തന്നെ വേദിയും പരിസരവും എല്ലാം ഫില്ലായി കഴിഞ്ഞു. ആ നിലയ്ക്ക് പിന്നീട് വന്നവരെല്ലാം കസേര സ്റ്റേജിലെങ്കിൽ സ്റ്റേജിൽ പോയി ഇരിക്കാമെന്നുള്ള ആ ജനാധിപത്യം കാണിച്ചപ്പോഴാണ് ഒടുവിൽ പാലോട് രവിക്ക് ഇങ്ങനെ നിയന്ത്രിക്കേണ്ടി വന്നത്. ഒരു സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടിയാണ്, ലോകത്താകമാനം ശ്രദ്ധിക്കുന്ന പരിപാടിയാണ്. ആ പരിപാടി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരം അനൗൺസ്മെന്റുകൾ അതിനകത്ത് നിന്ന് പുറത്തേക്ക് വരുമ്പോൾ പുറത്തിരുന്ന് കേൾക്കുന്നവർ ഇതിനെ എങ്ങനെ വിലയിരുത്തുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കി. കേരളം എന്ന സംസ്ഥാനത്ത് പുതിയ സർക്കാർ അധികാരത്തിൽ വന്നു. ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ഒരച്ചടക്കവും മാന്യതയും വേണമെന്ന് ഈ നാട്ടിലുള്ള മനുഷ്യർ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഏതൊരു പൗരനെ സംബന്ധിക്കുന്നിടത്തോളം സ്വന്തം സംസ്ഥാനത്തിന്റെ അന്തസ്സിന്റെ കൂടി പ്രശ്നമാണ്. അത് ഈ രീതിയിൽ തകർന്നു കാണുമ്പോൾ ഏതൊരു മലയാളിക്കും സ്വല്പം വിഷമമുണ്ടാകുന്ന കാര്യമായതുകൊണ്ട് ചൂണ്ടിക്കാട്ടിയതാണ്. പ്ലീസ് എല്ലാവരും വേദിയിൽ നിന്ന് മാറണം. എല്ലാവരും വേദിയിൽ നിന്ന് മാറണം. ഈ സത്യപ്രതിജ്ഞയ്ക്ക് അനിവാര്യമായി നിൽക്കേണ്ടവരൊഴിച്ചു ബാക്കി എല്ലാവരും ഈ വേദിയിൽ നിന്ന് മാറണം. പ്ലീസ് എല്ലാവരും എല്ലാവരും കുര്യൻ സാറേ ആ സൈഡിൽ നിൽക്കുന്നവർ, ബാക്കിൽ നിൽക്കുന്നവരും രണ്ട് സൈഡിലേക്ക് മാറണം. പ്ലീസ് പ്ലീസ് ഗവർണർ തിരിച്ചു. പ്ലീസ് 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 ഇവിടെ ഇവിടെ അല്ല, ഇവിടെ ചെയ്യരുത്. ഇവിടെ നിങ്ങൾ കയറി വരരുത്. ഈ വേദിയിലേക്ക് കയറി വരരുത് ആരും. നിങ്ങൾ ദയവായി പ്ലീസ് ദയവായി